പൊറോട്ട അടിപൊളി കിടിലം വൈബാണ്, കിടിലം വൈബ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങള് ഫാമിലി ആയിട്ട് ചെറിയൊരു ട്രിപ്പ് പരിപാടിയാണ്, ചെറിയൊരു ട്രിപ്പ് വാഗമൺ വരെ. ജസ്റ്റ് മഴയൊക്കെയാണെന്നറിയാം, എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിച്ച് വരാനുള്ള ഒരു പരിപാടിയാണ്. ചെറിയ ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. നമ്മൾ വാഗമൺ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കടലുണ്ട്, അത് താഴെ അടിവാരത്ത് ഈരാറ്റോട്ട് കഴിയുമ്പോഴത്തേക്ക് തീക്കോയി കഴിഞ്ഞ് കുറച്ചുകൂടി മാറുമ്പോഴത്തേക്ക് ഒരു കടയാണ്. അവിടെ കയറുകയാണെങ്കിൽ നല്ല പൊറോട്ടയും ബീഫും കിട്ടും. ഒന്ന് കഴിച്ചിട്ട് കയറുകയാണെങ്കിൽ സെറ്റ് പൊറോട്ടയും ബീഫും കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിലോട്ട് കയറി. ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ജോക്കുട്ടന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഇടിയപ്പം പഴവും കൊടുക്കുക. ഹലോ ഗായ്സ്, ഞങ്ങളിവിടെ മർമല വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്നറിയില്ല, കേരള പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്തു. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. എന്നാലും നമുക്ക് അടുത്ത ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നമ്മൾ അത് കണ്ട ആ തൃപ്തി അങ്ങാണ് കണ്ടോണം. ഇപ്പൊ കണ്ടോണം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ കാണാൻ പോകുന്നത് അപ്പോൾ ഗായ്സ്, ഇത് നിങ്ങളെ വെള്ളച്ചാട്ടം കണ്ടല്ലോ, അടിപൊളിയല്ലേ? അടിപൊളി വെള്ളച്ചാട്ടമാണ് സംഭവം. മർമല വാട്ടർഫാൾസിലോട്ട് പോകുന്ന വഴി ക്ലോസ് ആയതുകൊണ്ട് ഇവിടെ അടുത്ത് നല്ല മഴയുള്ള സമയത്ത് ആയതുകൊണ്ടാണ് ഇത്ര വെള്ളച്ചാട്ടം വരുന്നത്. പക്ഷേ നോർമൽ ടൈമിൽ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇതാണ് സംഭവം. അടിപൊളി അടിപൊളി. വിട്ടോ സാധനം വിട്ടോ. അതാണ് നമ്മുടെ തങ്ങൾപ്പാറ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പൈൻ ഫോറസ്റ്റിലോട്ട് പോവാണ്, നടക്കുവാണ്. 9:30 ഏകദേശം. ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ്, അടിപൊളി ക്ലൈമറ്റ് ആണ്. എല്ലായിടത്തും ഇന്ന് അവധിയൊക്കെ പ്രഖ്യാപിച്ച് ഭയങ്കര മഴയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെഡായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ എന്തോ ഭാഗ്യം, ദൈവം ഞങ്ങളെ കനിഞ്ഞനുഗ്രഹിച്ചു. അടിപൊളി നല്ല ക്ലൈമറ്റ്. ഇതുവരെ കടയൊക്കെ തുറന്നു വരുന്നുള്ളൂ. ഇവിടെ എത്തി. ഗൈസ്, നമ്മളങ്ങനെ പൈൻ ഫോറസ്റ്റിൽ എത്തിയേക്കുവാണ്. അത് ഗൈസ്, അപ്പോൾ ഞങ്ങളിവിടെ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞങ്ങൾക്കിവിടെ ആൾ കുറവുണ്ട്, ആൾക്കാർ ഇച്ചിരി കുറവുള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ നടക്കാം. പിന്നെ തെന്നൊന്നൊരു പേടിയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഭയങ്കര ബലം പിടിച്ച് താഴോട്ട് നോക്കി നടക്കുന്നത്. താഴെ നിന്ന് കാണിച്ചു. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ വാക്കുവേ. കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ലാതെ. നല്ല കാറ്റ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോരോ സ്ഥലത്തായിട്ട് നിൽക്കുന്നു. നല്ല തെന്നലുണ്ട്. അമ്മയ്ക്ക് പറന്ന് കയറുവാണ്. അവിടെ ആരുടെയോ കാലഘട്ട കയറി ഗൈസ്, അവനെ വലിച്ചെടുത്ത് ഗൈസ്. വാവ്. അപ്പൊ ഗൈസ്, ഞാൻ തന്നെ ഇങ്ങോട്ട് കയറി വരുവാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് ആദ്യം നോക്കണം. ഇന്നാള് വന്നപ്പോൾ ഞാൻ കയറിയില്ലായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ എവിടെയാണെന്ന് എനിക്ക് സംഭവം അറിയത്തില്ല. ഇവരെ ഞാൻ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്ത്. ഇവിടെയാണോ അതോ ഇവിടെയാണോ? പോയി നോക്കാം. ഗൈസ്, എനിക്ക് ആ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതുപോലെ തന്നെ തിരിച്ചിറങ്ങി പോവാം. അപ്പൊ ഗൈസ്, അവിടെ ഫ്ലോപ്പ് ആയാലും ഞങ്ങൾ ഇവിടെ വന്നു, ഇവിടെ നിൽക്കുക. അപ്പൊ ഗൈസ്, ഉണ്ണിച്ചട്ടയുടെ കാലയിലും അട്ട പിടിച്ചിരിക്കുന്നു ഗൈസ്. ഈ വരലിന് പൈൻ ഫോറസ്റ്റിൽ നിന്ന് പോവുകയാണ്. പൈൻ ഫോറസ്റ്റ് അടിപൊളിയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു എല്ലാവരും വന്ന് കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഞങ്ങൾ വെറുതെ ഫാമിലിക്കായിട്ടുള്ള ടൈം അല്ലേ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് വന്നു എല്ലാവർക്കും ഒന്ന് കാണാം, എല്ലാവരെയൊക്കെ ഒന്ന് കാണാം വിചാരിച്ച് ഞങ്ങൾ എത്തിയതാണ്. അടിപൊളി. ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ മഴയുടെ ചുറ്റുപാടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, പൈൻ ഫോറസ്റ്റ് കിടു.
അപ്പോൾ വൈൻ ഫോറസ്റ്റ് വന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നത് ഹിഡൻ സ്പോട്ടുകൾ എന്തൊക്കെയാണ്. ഞങ്ങൾ 2-3 സ്പോട്ട് ചെയ്തായിരുന്നു, പക്ഷേ അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റില്ല. ഒത്തില്ല. നെക്സ്റ്റ് ടൈം സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ പാലൊഴുകുംപാറയിൽ എത്തിയേക്കുവാണ്. പാലൊഴുകുംപാറ അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷെ നല്ല ക്ലൈമറ്റ് നോക്കി ഇറങ്ങുവാണെങ്കിൽ അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ്. ഇതിന്റെ കൂടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടെ ആഡ് ചെയ്യാം. അത് കണ്ടിട്ട് നോക്കും. അടിപൊളി സാധനമാണ്, അടിപൊളി. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇച്ചിരി ലോങ് ഡിസ്റ്റൻസ് നിന്നാലേ അത് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ താഴോട്ട് ഇറങ്ങരുതൊന്നും ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇവിടെ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കേരള പോലീസ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒത്തിരി റിസ്ക്കിനൊന്നും നിൽക്കുന്നില്ല. വരിക, കാണുക, പോവുക, അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പാലൊഴുകുംപാലയിൽ നിന്ന് ഇറങ്ങി. അടിപൊളിയായിരുന്നു, അടിപൊളി സെറ്റപ്പ് സ്ഥലമായിരുന്നു. നമ്മൾ കുറച്ച് റൈഡുണ്ട്, എന്നാലും നല്ല സ്ഥലമാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. കണ്ടിട്ടുള്ളവർ അഭിപ്രായം പറയുക, കാണാത്തവർ അടിപൊളിയായിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് എൻ്റർടൈൻ ചെയ്യാമെന്നുള്ള നല്ലൊരു സ്ഥലമാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ്. പിന്നെ കുറച്ച് മഴയോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പാലൊഴുകും പാറയിൽ ഈ വെള്ളം ഇച്ചിരി കൂടുതലാണെങ്കിൽ നല്ല രസമുണ്ട് അത് കാണാൻ. അവിടെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഓൾറെഡി. അപ്പം അത് കാണണമെങ്കിൽ കുറച്ച് മഴയും വെള്ളം കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ അടുത്തോട്ട് ഇവിടെ വന്നായിരുന്നു. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് അഡ്വഞ്ചർ പാർക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ മറ്റേ മഴയാ റെഡ് അലർട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. വെയിൽ ഇത് കണ്ടോ, നല്ല അടിപൊളി വെയിലായിരുന്നു. എന്നാ ചെയ്യാൻ, നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കും. നല്ല വെയിലാണ്. അപ്പോൾ അതാണ് അവസ്ഥ. ഇനിയിപ്പം നമ്മളിവിടെ നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ എന്നാ കാണാനോ, ഞങ്ങൾ നേരെ ഏലപ്പാറ പിടിച്ച് നമ്മളെവിടെയായിരുന്നു പോകുന്നിടത്ത് പാഞ്ചാലിമേട് എന്നുള്ള ടാർഗറ്റ് ഇട്ട് ഞങ്ങൾ പോവാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ യാത്ര അറിയിക്കുന്നതാണ്. ഓക്കെ, കുപ്പി കൊണ്ടുപോയി ഗായ്സ്. അത് ചോദിക്കാൻ ചെന്നപ്പോ പപ്പാടെ എടുത്ത് പായൊക്കെ ഉണ്ടോ ഇവിടെ? അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ആണ്. ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ തരത്തില്ല, ഭയങ്കര വാട്ടർ സൗണ്ട് ആവുന്നത് നമുക്കറിയാൻ പറ്റില്ല. വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ പുറകെ കാണുന്നതാണ് നമ്മളാ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇല്ലാണ് അടിപൊളി സാധനമാണ്, അടിപൊളി. എല്ലാവരും ഈ നമ്മളെ വാഗമണ്ണുമായിട്ട്, കോട്ടയത്തുള്ള ആൾക്കാർ വാഗമണ്ണുമായിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന സ്ഥലത്ത് നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞത്? ഇപ്പോൾ പോകുന്ന വഴി പാഞ്ചാലിമേട് പോകുന്ന വഴിക്ക് അടിപൊളി. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞാൽ ഇപ്പം നല്ല സമയമാണ്, നല്ല സമയം, തരിക്ക് വെള്ളമുണ്ട്, അടിപൊളി സമയമാണ് കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിരിക്കുന്നത് അടിപൊളിയാണ്. ഒരു ലഞ്ച് കഴിക്കുന്ന ഹോട്ടലിൻ്റെ മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്ന് കയറിയത്. അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഒരു വ്യൂ കാണിച്ചു തരാം. ഇത് പാഞ്ചാലിമേട്ടിൽ പോകുന്ന വഴിയാണ് തോന്നുന്നു.
ഫുള്ള് കോട ഇറങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് റോഡ് അത്ര വിസിബിൾ അല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നൈസായിട്ട് പതുക്കെ പോവാണ്. സൈഡിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ കൊക്കയാണ്. അതുകൊണ്ട് നോക്കാൻ പോലും പേടിയാവുകൊണ്ട് ആകാശം പോലെ വലിയ കുഴപ്പമില്ല, ഇങ്ങനെ നടക്കുന്നു. അപ്പൊ നമ്മളങ്ങനെ പാഞ്ചാലിമേട് എത്തിയേക്കുവാണ്. ഭയങ്കര കോടയാണ്. അടിപൊളിയാണ് സംഭവം. ഇവിടെ ഒന്നും കാണാൻ മേല. പിന്നെ നമ്മളിവിടുന്ന് ഈ ഒരു ഫോട്ടോ വാങ്ങിച്ചു 120 രൂപ. അതിന് മേടിച്ചോണ്ടിരിക്കുകയാണ് 100 രൂപ ഉള്ളൂ. കൊടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു അവർ 20 രൂപ കൂടുതൽ നടക്കുന്നു. ഇവിടെ പാഞ്ചാലിമേട് എത്തിയതേ ഉള്ളൂ. ഷോപ്പിനൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ അവർ വണ്ടിയിലിരിക്കുക. ഞങ്ങൾ ഈ ജസ്റ്റ് കയറി പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എല്ലാരും റെയിൻകോട്ട് വാങ്ങിച്ചു. റെയിൻകോട്ട് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു നടന്നത്, പക്ഷെ പറ്റത്തില്ല. അതുപോലെ മഴയൊക്കെ തുടങ്ങി. നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ പാഞ്ചാലിമേട് പാഞ്ചാലിമേടിൻ്റെ അടിപൊളി കാറ്റാണ്. ഇതിന്റെ വെള്ളം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അടിപൊളിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത്ര നേരം വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയാം. സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളി, നല്ല കാറ്റ്. അതെ. അപ്പൊ ഗായ്സ് നമ്മളങ്ങനെ പാഞ്ചാലിമേട് പോയി ഇറങ്ങി വന്നു. അടിപൊളി സ്ഥലമായിരുന്നു. മസ്റ്റ് വിസിറ്റ്. അടിപൊളി സ്ഥലമാണ്. ആരെങ്കിലും സമയം കിട്ടുമ്പോഴത്തേക്കും എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും. എന്നാലും ഞങ്ങൾ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാണ്. അടിപൊളി സ്ഥലമാണ്. പോയവരൊക്കെ ഒന്നുകൂടെ വരിക, വരാത്തവർ വരിക. നല്ല സ്ഥലമാണ്. വൺ ടൈം വാച്ചുള്ള ഇഷ്ടം പോലെ സാധനം കാണാനുണ്ട്. പിന്നെ ചെറിയൊരു ഫീ ഉണ്ട് അതിനകത്ത്. 25 എന്താ ചെറിയൊരു ഫീ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം നെക്സ്റ്റ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.